സ്കൂളൊക്കെ തുറന്നു, എല്ലാം ബാക്ക് ടു സ്കൂളായി, എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴായിരിക്കും കുറേ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ മടി, പേടി, ഛർദി, സങ്കടം, ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ കുറേയൊക്കെ സ്വാഭാവികമാണല്ലേ. അത് എങ്ങനെയാണ് ആ കാര്യങ്ങൾ കൗണ്ടർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ട്രേസി മോൾ മത്തായി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഫ്രം മൈൻഡ് ബ്യൂട്ടി, ലെറ്റ് അവർ മൈൻഡ് ഷൈൻ. സ്കൂള് തുറക്കുമ്പോൾ കുറേ കുട്ടികൾ മടി കാണിക്കും, ബുദ്ധിമുട്ട് കാണിക്കും, വയറുവേദന വരും, അങ്ങനെ പല കാര്യങ്ങളും വരാറുണ്ട്. അപ്പോൾ ജനറലി കുട്ടികൾക്ക് ഉണ്ടാകുന്ന കുറച്ച് ഇമോഷൻസ് ഉണ്ട് സ്കൂള് തുറക്കുന്നത് സംബന്ധിച്ച്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കുറച്ച് ആങ്സൈറ്റി ഉണ്ടാവും, കുറച്ചൊരു എന്താ പറയേണ്ടത്, നെർവസ്നെസ് ഉണ്ടാകും, ഒരു വറീസ് ഉണ്ടാകും, സാഡ്നെസ് ഉണ്ടാകും. പിന്നെ അവർക്ക് പോസിറ്റീവ് ഇമോഷൻസ്, അവർ പ്രൈഡ് ഉണ്ടാവും അവർക്ക്, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകും, എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഇങ്ങനെ പല ഇമോഷൻസ് ഉണ്ടാവും. അപ്പോൾ പാരൻസ് ഇതിൻ്റെ കൂടെ സഞ്ചരിച്ച് അവരുടെ വറീസിൻ്റെയും അവരുടെ ബുദ്ധിമുട്ടുകളുടെ കൂടെ നിൽക്കുമ്പം കുട്ടികൾക്ക് പ്രയാസം വരുന്നതിൻ്റെ ഒപ്പം നമ്മൾ പ്രയാസപ്പെടാൻ പോയി കഴിഞ്ഞാൽ കുട്ടികൾ നമ്മുടെ ഫേസിൽ നിന്നും നമ്മുടെ ഫീലിങ്സ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതും കൂടി അവരുടെ പ്രയാസത്തിലേക്ക് ആഡ് ഓൺ ചെയ്ത് സീൻ കോൺട്രയാക്കി തരും. പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ഹോൾഡ് ചെയ്തിട്ട് കുട്ടികളുടെ കാര്യം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓരോരോ ഇമോഷൻസും ഏകദേശം എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ആങ്സൈറ്റി ആണെങ്കിൽ ഇപ്പം ചിലപ്പം അയ്യോ എന്തായിരിക്കും, ഡിവിഷൻ മാറുമോ, ടീച്ചർ മാറുമോ, ഫ്രണ്ട്സൊക്കെ മാറുമോ എന്നുള്ള രീതിയിലൊക്കെ കുട്ടികളിങ്ങനെ ഒരു ആങ്സൈറ്റി അങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അപ്പോൾ പാരൻസ് അതിൻ്റെ ഒപ്പം നിന്നിട്ട് അപ്പോൾ ഡിവിഷനൊക്കെ മാറണം, അങ്ങനെയെല്ലാം എല്ലാ വർഷവും അങ്ങനെയല്ലേ, മാറി മാറിയൊക്കെ അപ്പോഴല്ലേ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടാവുള്ളൂ. പുതിയ ടീച്ചർ വരും, ആ ടീച്ചർ നല്ല ടീച്ചറായിരിക്കും, ആ ടീച്ചറുമായിട്ട് നല്ല രീതിയിൽ നിൽക്കുമ്പം അങ്ങനെ ഓരോ എന്തൊക്കെ ആങ്സൈറ്റി ആണോ പറയുന്നത്, പുതിയ ഫ്രണ്ട്സ്, പഴയ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ്, പുതിയ പുതിയ കൂട്ടുകാരെ കിട്ടുന്നത് നല്ലതല്ലേ, അങ്ങനെ പറഞ്ഞ് ആ ആങ്സൈറ്റീനെ ഡീല് ചെയ്യണം പാരൻസ്. ഇപ്പം നെർവസ്നെസ് ആയിരിക്കും ചിലപ്പം. നെർവസ്നെസ് വരികയാണെങ്കിൽ, അതായത് ഇപ്പം വാട്ട് ഇഫ് എന്നുള്ളതിന് വാട്ട് ഈസ് എന്ന് ചിന്തിക്കാൻ പറഞ്ഞാൽ, അതായത് അയ്യോ എന്തായിരിക്കും, അവിടെ ചെന്നാൽ എന്തായിരിക്കും, പ്രശ്നമായിരിക്കുമോ, എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുമോ, പണിഷ്മെന്റ് കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് അത് പിന്നെ മാർക്ക് കിട്ടുമോ, എനിക്ക് വഴക്ക് കേൾക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ, അതായത് സ്കൂളിൻ്റെ അന്തരീക്ഷം. അപ്പം വാട്ട് ഈസ്, അപ്പം അങ്ങനെ ഇങ്ങനെ ആപ്രിഹെൻസീവ് ഫിയറിന് പകരം എന്താ പ്രശ്നം, ഇപ്പൊ എക്സാം ആണോ, അപ്പൊ എക്സാമിന് എന്തിനാ പേടിക്കുന്നത്, എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്ക് മേടിക്കണം, അല്ലെങ്കിൽ പിന്നെ വേറെ എന്താണ് കാര്യമുള്ളത്, എന്താണ് ഫ്രണ്ട്സുമായിട്ട് ഡീൽ ചെയ്യണം, അത് നന്നായിട്ട് ഡീൽ ചെയ്യണം. അങ്ങനെ ഓരോ കാര്യങ്ങളും, സ്കൂൾ അറ്റ്മോസ്ഫിയർ, സ്കൂളൊക്കെ നല്ല സ്ഥലമല്ലേ, കൂടുതൽ നല്ല സ്കൂളിലെ പഠിക്കുന്ന, അങ്ങനെ ആപ്രിഹെൻസീവ് ഫിയറിനെ ഇങ്ങനെ നല്ല അത് കൗണ്ടർ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറഞ്ഞ് സ്നേഹപൂർവ്വം ഡീൽ ചെയ്യുക, അങ്ങനെയുള്ള ചെയ്യുക. വറി ആൻഡ് സാഡ്നെസ് വരും. വറി ആൻഡ് സാഡ്നെസ് വരുന്നത് ചിലപ്പോൾ വറിയായിരിക്കും, കുറേ ബുള്ളി ചെയ്ത എക്സ്പീരിയൻസ്, ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ചിലപ്പോൾ വഴക്കിട്ട കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട കാര്യങ്ങൾ, സങ്കടം വന്ന് തോറ്റത്, കോമ്പറ്റീഷന് പോയിട്ട് അപ്പോൾ എന്തെങ്കിലും അത് സമ്മാനം കിട്ടിയില്ല, അപ്പോൾ ഫ്രണ്ട്സ് കളിയാക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യും. അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ടാകും. ഓരോരുത്തരും എന്തെല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് നമുക്കറിയില്ല. അപ്പോൾ കുട്ടികളോട് സ്നേഹപൂർവ്വം അവരോട് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ അവർ തുറന്ന് പറയുമ്പോൾ അത് കാര്യങ്ങൾ പറയുക, അത് ഇങ്ങനെയാണ് അത് ഡീല് ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടാവും, അത് നമുക്ക് എക്സ്പീരിയൻസ് തരുന്നതാണ്. ഇപ്പോൾ തോറ്റിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിന് അത് നമ്മൾ ശരിക്കും ഈ വർഷം നമ്മൾ ജയിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രിപ്പറേഷനോട് കൂടി നമ്മൾ ആ ഐറ്റത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അപ്പോൾ നമ്മൾ സമ്മാനം മേടിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ബുള്ളി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ എൻഡ്യൂറൻസ് കപ്പാസിറ്റി നമ്മൾ കരുത്താർജിക്കുക, കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടീച്ചറിനോട് പറയുക, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വീട്ടിൽ വന്ന് നമ്മൾ അത് ഡീൽ ചെയ്യുക, അങ്ങനെ ധൈര്യം കൊടുത്തുകൊണ്ട് കുട്ടികളെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഡീൽ ചെയ്യണ ഈ
കുട്ടി കാണിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ ഡീപ്പറായിട്ടുള്ള ഇതുപോലെയുള്ള പോയിന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കുട്ടി പ്രൈഡായിട്ടുണ്ടാവും. അതായത് അടുത്ത പ്രൊമോഷനായി, ഞാൻ ഇന്ന ക്ലാസ്സിലായി, ഞാൻ ഹൈസ്കൂളിലായി, അല്ലെങ്കിൽ ഞാൻ ഇന്ന അടുത്ത ഡിവിഷൻ ക്ലാസ്സിലേക്ക് മാറി, അല്ലെങ്കിൽ നല്ലൊരു സ്കൂളിലാണ് പിന്നെ ഇത് ചെയ്യുന്നത്, എനിക്ക് ഇനിയിപ്പോൾ ഞാൻ പ്രൗഡ്. അപ്പം ശരിയാണ്, പിന്നെ നല്ലതല്ലേ, മോൻ വലിയ കുട്ടിയായി അല്ലെങ്കിൽ മോള് വലിയ ഇതായി, അത് ആ കാര്യത്തിലും കുട്ടിയുടെ കൂടെ നിൽക്കുക. അല്ലാതെ അങ്ങനെ എന്തെങ്കിലും കുട്ടി പറയും എന്നെ അതിപ്പോ അല്ല, നീ ഇപ്പൊ വലിയ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും ആ ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക്, അതല്ല, കുട്ടിയുടെ ആ ഒരു സന്തോഷത്തിന്റെ കൂടെ, ആ ഒരു അഭിമാനത്തിന്റെ കൂടെ കൂടി ശരിയാണ് നല്ല രീതിയിൽ അതങ്ങനെ നിൽക്കുക. എക്സൈറ്റ്മെന്റ് ഉണ്ടാവും ചിലപ്പം. പിന്നെ കുട്ടികൾ എക്സൈറ്റ്മെന്റ് കാണിക്കും, നല്ലൊരു സ്കൂളിലാണ് പഠിക്കുന്നത്, ഇനി സ്കൂളിൽ അങ്ങനെ എക്സിബിഷൻ വരുന്നുണ്ട്, അത് വരുന്നുണ്ട്, ഈ പോസിബിലിറ്റി വരുന്നുണ്ട്, ആ പോസിബിലിറ്റി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്തും ആ എക്സൈറ്റ്മെന്റ് കുട്ടികളായിട്ട് ഷെയർ ചെയ്യുക. മെച്ചുവേർഡ് ആയിട്ട് തന്നെ പാരന്റ്സ് എക്സൈറ്റ്മെന്റ്, മെച്യൂരിറ്റിയോട് കൂടി എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ഫീലിങ്സും എന്താണെങ്കിലും, സാഡ്നെസ് ആണെങ്കിൽ, അവരുടെ വറീസ് ആണ്, നെർവസ്നെസ്, അത് ഡീല് ചെയ്യുക. അവരുടെ എക്സൈറ്റ്മെന്റ്സും ത്രിൽസും അതും അവരുടെ കൂടെ അവർക്ക് ഒരു സന്തോഷമുള്ള രീതിയിൽ അതിനും അക്കൗണ്ടബിലിറ്റി കൊടുക്കണം. അവര് നല്ല ഒരു കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ അതൊന്നും പറഞ്ഞ് അതിനെ ഇൻവാലിഡേറ്റ് ചെയ്ത് അതിന്റെ കളർ കളയരുത്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഈ ബാക്ക് ടു സ്കൂൾ ബ്ലൂ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കൂടുതൽ കണ്ടുവരുന്ന ഒരു കംപ്ലൈന്റ് ആണ് കുട്ടികൾക്ക് വയറുവേദന എന്ന് പറയുന്നത്. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വയറുവേദന, പിന്നെ ക്ഷീണം, അല്ലെങ്കിൽ കംപ്ലൈന്റ്, വാശി, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, എണ്ണിപ്പെറുക്കലുകൾ, ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഈ വയറുവേദന എങ്ങനെ ഡീല് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളിൽ പോകുന്നതിന് മുമ്പും സ്കൂളിൽ വെച്ചും കുട്ടികൾക്ക് വയറുവേദന കുറെ അധികം പൊതുവെ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ വയറുവേദന എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, അത് ഒരു പിന്നെ ആങ്സൈറ്റി ആയിരിക്കും ഈ ഒരു കാര്യത്തിലുള്ള മോസ്റ്റ്ലി. അങ്ങനെയാണെങ്കിൽ അത് കുട്ടിയുടെ അടുത്ത് കമ്പാഷനസ്, ലവ് ആൻഡ് കെയറോട് കൂടി എന്താ പറ്റുക, ആക്സെപ്റ്റ് ദ ഡിഫിക്കൽട്ടി, ബുദ്ധിമുട്ടാണെന്നുള്ള, അല്ലാതെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും വഴക്കു പറയുകയും ഒന്നുമല്ല ചെയ്യേണ്ടത്. കൂടെ എന്താണ് പ്രശ്നം, എന്താണ് ഡിഫിക്കൽറ്റി എന്ന് ചോദിച്ചു മനസ്സിലാക്കി നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ലൈറ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക. അപ്പം അങ്ങനെയുള്ള രീതിയിൽ. എന്നിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. റിക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. പിന്നെ കുട്ടിയുടെ ആപ്രിഹെൻസീവ് ഫിയേഴ്സ്, പേടി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ വയറുവേദന വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നോക്കണം. കുട്ടിയോട് ചോദിച്ചു മനസ്സിലാക്കുക. എന്തെങ്കിലും ആൻറ്റിസിപ്പേറ്ററി ഫിയർ, എന്തെങ്കിലും പേടിയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ സ്കൂളിൽ നിന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കുട്ടി മറച്ചു പിടിക്കുന്നതാണോ, സ്കൂളിൽ പോകുമ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ ബുള്ളി ചെയ്യുന്നതാണോ, ടീച്ചറിന് പേടിയാണോ, എന്താണ് എന്നുള്ളത് അറിയില്ല. അപ്പൊ എന്ത് കാര്യവും തുറന്ന് കുട്ടിയോട് അത് മനസ്സിലാക്കി നമ്മൾ സമചിത്തതയോടുകൂടി. ഇതെല്ലാം കേൾക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ട്, കുഞ്ഞ് കരഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ പ്രയാസം കേൾക്കുമ്പം പറയുമ്പം, കുഞ്ഞ് കരഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ പ്രയാസം പറയുമ്പം അതിനൊപ്പം ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാതെ സ്റ്റേബിളായിട്ട് കമ്പാഷനേറ്റ് ആയിട്ട് നിന്ന് കേട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുന്നതോടുകൂടി ഈ വക കാര്യങ്ങളിലാണ് വയറുവേദനയുടെ റൂട്ട് കോസെങ്കിൽ ആ വയറുവേദന മാറുന്നതായിരിക്കും. എന്നിട്ടും ഒന്നും മാറിയിട്ടില്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. അതാണ് ചെയ്യേണ്ടത്. കുട്ടികൾക്ക് വീട്ടിൽ വന്ന് എന്ത് കാര്യവും തുറന്നു പറയാനും എന്ത് സംഭവിച്ചാലും കൂടെ നിൽക്കുമെന്നുള്ള ഒരു അഷ്വറൻസും ഒരു സേഫ്റ്റിയും കുട്ടിക്ക് കിട്ടിയിരിക്കണം. നല്ല സ്നേഹമുള്ള ഒരു അന്തരീക്ഷം. എങ്കിൽ മാത്രമേ സ്കൂളിലുള്ള ബുദ്ധിമുട്ടുകളും, അല്ലെങ്കിൽ ലഹരി മരുന്നിന്റെ ബുദ്ധിമുട്ടുകളോ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കൂട്ടുകാരുടെ ഏതെങ്കിലും തരത്തിലുള്ള കുട്ടിയെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് തുറന്ന് പറയുള്ളൂ. വഴക്ക് പറയുകയും അവരെ ഇങ്ങനെ വരുമ്പോഴേക്കും വഴക്ക് പറഞ്ഞ് ഓടിക്കുകയൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു കാര്യവും അവർ വന്ന് ഓപ്പൺ അപ്പ് ചെയ്യില്ല. അങ്ങനെ പറയുമ്പം അത് ക്രിയാത്മകമായി ടീച്ചേഴ്സിന്റെ സഹായത്തോടു കൂടി അതിനെ ഇടപെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അത് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നല്ലൊരു അക്കാഡമിക് ഇയർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യും. വെല്ലുവിളികളെ നേരിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. മൈൻഡ് ബ്യൂട്ടി ഇനി മറ്റു വിഷയമായി അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.